ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദ് വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ്. ഖുലാസത്തുൽ ഫിഖ്ഹുൽ ഇസ്ലാമി 49ാമത്തെ ക്ലാസ്. നജസ്സുകളിലെ വിട്ടുവീഴ്ചയുള്ള നജസ്സുകളാണ് നമ്മുടെ പരാമർശ വിഷയം. അൽ മഅഫൂ അൻഹാ ഫി സ്വലാത്തി ഖാസ്സത്തൻ, നിസ്കാരത്തിൽ പ്രത്യേകമായി വിട്ടുവീഴ്ചയുള്ള നജസ്സുകൾ. അൽ മഅഫൂ അൻഹാ ഫി സ്വലാത്തി, നിസ്കാരത്തിൽ വിട്ടുവീഴ്ചയുള്ളതാണ് അൽ മഅഫൂ അൻഹ. ഖാസ്സത്തൻ, പ്രത്യേകമായി. 14. ദമു മാല നഫ്സലഹു സായിലത്തു, ഒരിക്കുന്ന രക്തമില്ലാത്ത ജീവികളിൽ അതില് ചെറിയൊരു രക്തമൊക്കെ ഉണ്ടാവും, അതിന് അഫുണ്ട്. നിസ്കാരത്തിൽ അഫുണ്ട്. ദമു മാ, ഒരു ജീവിയുടെ രക്തം. ലാ നഫ്സലഹു സായിലത്തുൻ, അതിന് ഒലിക്കുന്ന രക്തമില്ല. ലാ നഫ്സലഹു തന്നെ രക്തമില്ല എന്നാണ് ഉദ്ദേശിക്കുന്നത്. 15. ദമു നഫ്സിഹി മിനദ് ദമാമീലി വൽ ബസറാത്തി വൽ ഖുറൂഹി വ മൗദിൽ ഹിജാമത്തി വൽ ഫസ്ദി വൽ ഹുഖ്നത്തി. ദമു നഫ്സിഹി, സ്വന്തം ശരീരത്തിലെ രക്തം. മിനദ് ദമാമീൽ, ഈ കുരുക്കൾ ഉണ്ടാവുമല്ലോ. ദമാമീൽ ജമു ദുമ്മലിൻ വഹുവൽ ഖറാജു സോർ. ബസറാത്ത് ജമു ബസറത്ത് വയ്യ ഖറാജുൻ സഗീർ, പിമ്പിൾ, മുഖക്കുരുവാണ് ബസറാത്ത്. മറ്റതല്ലാത്ത ചെറിയ കുരുക്കൾ, അതിനെന്തുണ്ട്? അഫു ഉണ്ട്. ചെറിയ കുരു മുഖക്കുരു, ബസറാത്ത് മുഖക്കുരു. അല്ലാത്ത കുരുകൾ ദമ്മൽ. അൽ ഖുറൂഹ്, ചെറിയ മുറിവൊക്കെ പറ്റിയാൽ അതിലൊരു രക്തം ഉണ്ടാവില്ല, അതിന് അഫു ഉണ്ട്. മൗദിയിൽ ഹിജാമത്തി, ഹിജാമ ചെയ്താൽ അവിടെ കുറച്ചു നേരം രക്തം ഉണ്ടാവും, അതിന് അഫു ഉണ്ട്. വൽ ഫസ്ദി, അതുപോലെ കൊമ്പ് വെക്കുക എന്ന് പറയും, അതേപോലത്തെ ചികിത്സയാണ്, അതിനും അഫു ഉണ്ട്. വൽ ഹുഖ്നത്തി, രക്തദാനം നടത്തിയാലും അവിടെയും എന്തുണ്ടാകും? ഒരു രക്തം ഉണ്ടാകും. ഇഞ്ചക്ഷൻ ചെയ്താൽ, രക്തദാനം നടത്തിയിട്ട് അവിടെ ഇഞ്ചക്ഷൻ ചെയ്ത സ്ഥാനത്ത് അതിന് അഫു ഉണ്ട്. അൽ ഖലീലു മിൻ ദമിൽ അജ്നബി, അജ്നബിയ, മറ്റൊരാളുടെ രക്തത്തിൽ നിന്ന് കുറച്ചുണ്ടായാൽ അഫു ഉണ്ട്. അപ്പൊ വേറൊരു കുറച്ച് രക്തമൊക്കെ നിസ്കാരത്തിലായാൽ അതിൽ അഫു ഉണ്ട്. വൽ അഫു ഫി കുല്ലിൻ ഫി ഹാദിഹി സലാസത്തി മശ്റൂത്തുൻ ബിഅദമി തളമ്മുഖി വഅദമി ഇഖ്തിലാത്തുൻ ബി അജ്നബിയിൻ ലൈസ മിൻ ജിൻസി. ഇവിടെ പറഞ്ഞ ഈ അഫുവിന് ചെറിയൊരു കണ്ടീഷൻ ഉണ്ട്. എന്താണ്? അയാൾ സ്വയടുത്ത് പുരട്ടുന്നതാകരുത്, അതുപോലെ ഇത് തന്നെ മറ്റൊരാളുടെ രക്തവും ഇതും കലർന്നതും ആകരുത്. ഈ രണ്ട് കണ്ടീഷനാണ്. അൽ അഫു, വിട്ടുവീഴ്ച എന്ന് പറഞ്ഞത് ഫി കുല്ലി മിൻ ഹാദിഹി സലാസത്തി, ഈ പറഞ്ഞ 3 കണ്ടീഷൻസിലും, 1, 2, 3, ഒരിക്കുന്ന രക്തമില്ല എന്ന് പറഞ്ഞതിലൊക്കെ എന്താകരുത്? യദമി തളമ്മുഖി, അതൊരു പുരട്ടലാകരുത്, ബോധപൂർവമുള്ള പുരട്ടലാകരുത്. വാദമി ഇഖ്തിലാത്തുൻ ബി അജ്നബിയിൻ, മറ്റൊന്നുമായി കൂടിക്കലർന്നതും ആകരുത്. അതായത് വേറെ ഒരു ആകാൻ പാടില്ലാത്തൊന്നുമായിട്ട്, ഒരു നജസ്സുമായിട്ട് കൂടിക്കലർന്നതാകരുത്. ലൈസമിൻ ജിൻസിഹി, ആ വകുപ്പിൽപ്പെട്ടതല്ലാത്ത. ലൈസമിൻ ജിൻസിഹി എന്നതിന്റെ ശറഹ് ഇല്ല റീഖൻ ഇഖ്തലത ബിഹി ദമു ലുസ്സതിഹി, ഏതൊഴികെ? ഊനിലെ രക്തമൊഴികെ. അഥവാ വമാഉ ത്വഹാറത്തി വമാ തസാഖത മിന ത്വആമി വശറാബി, അതുപോലെ മെഡിസിൻ, പിന്നെ ശുദ്ധീകരിച്ച വെള്ളം, പിന്നെ ഭക്ഷണത്തിൽ നിന്ന് അല്ലെങ്കിൽ അതിൽ നിന്ന് കൊഴിഞ്ഞത്. ഫൈൻ തളമ്മഖ ബിദ്ദമി, ഇനി രക്തവുമായി അത് ഒരാൾ രക്തം പുരണ്ടാൽ, അവിഖ്തലത ബി ഗൈരി ജിൻസിഹി, അല്ലെങ്കിൽ ജിൻസ് അല്ലാത്ത മറ്റൊന്നുമായി അത് കൂടിക്കലർന്നാൽ, വലോ മാ എന്നത് വെള്ളമാണെങ്കിലും ഫലാ യുഅഫു അൻ ശൈഇൻ മിൻഹ, അപ്പൊ നജസിൽ വിട്ടുവീഴ്ചയിൽ. വയുസ്തറത്തു അയ്ളൻ ഫീ കുല്ലി മിനൽ അവ്വലി വസ്സാനി, ഈ 1ഉം 2ലും നിബന്ധനയാണ്. ഇന്ദക്കസ്രത്തി, 1ഉം 2ഉം ഏതാണ്? ഇതാണ്. 1, വലിക്കുന്ന രക്തമില്ലാത്ത ജീവികളുടെ രക്തം, പിന്നെ മുഖക്കുരു പോലുള്ളതിലെ രക്തം. ഇതിൽ യുസ്തറത്തു അയ്ളൻ ഫീ കുല്ലി മിനൽ അവ്വലി വസ്സാനി, ഇത് 2ലും ഷർത്താണ്. ഇന്ദക്കസ്രത്തിഹി, അത് വർദ്ധിക്കുന്ന സമയത്ത്, കുറച്ച് കൂടുതലൊക്കെ ചുരയായി കുരുവിൽ നിന്ന്, എന്നാൽ അത് വിട്ടുവീഴ്ച ചെയ്യണമെങ്കിൽ. അല്ല യകൂന ബി ഫെയിലിഹി, അവൻ സ്വന്തം ഞെക്കിയിട്ടാക്കിയതാകരുത്. അല്ല യകൂന ബി ഫെയിലി, അത് അവന്റെ പ്രവൃത്തി കൊണ്ടാകരുത്. അല്ലാതെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നതാണ് അതിന് അഫൂൻ. അല്ല യതജാവസ മഹല്ലഹു, ഇവിടുന്ന് ഉണ്ടായിട്ട് അതെടുത്ത് ഇവിടെ ആക്കി, അങ്ങനെ ആകരുത്. അല്ല യതജാവസ്, അത് വിട്ടു കിടക്കരുത്. മഹല്ലഹു, അതിന്റെ സ്ഥാനത്ത് വിട്ടു കിടക്കരുത്. വൽ മുറാദു ബിഹി മഹല്ലു ഖുറൂജിഹി, അത് പുറപ്പെട്ട സ്ഥാനമാണ് ഉദ്ദേശിക്കുന്നത്. വമന്തസറ ഇലൈഹി, അത് തൊട്ടടുത്തായാൽ പ്രശ്നമല്ല.
ഒമാഹാദാഹു അതുപോലെ അതിന് നേരെ വരുന്ന ഒരു സ്ഥലത്തായാൽ വലാഖാഹു മിൻ സൗബിഹി, വസ്ത്രമൊക്കെ ആണെങ്കിൽ ഇവിടെ ഉള്ളതാണ്, ഇതിനോട് നേരെ വന്ന പ്രശ്നമല്ല, അല്ലാത്ത മറ്റൊരു സ്ഥലത്തേക്കാകരുത് എന്നാണ് ആ പറഞ്ഞതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. വായക്കൂന ഫി ബദനിഹി ഔ മൽബൂസിഹി, വായക്കൂന ഫി ബദനിഹി ഔ മൽബൂസിഹി, അവന്റെ ശരീരത്തിലോ അവൻ ധരിച്ച വസ്ത്രത്തിലോ ആയാൽ അഫുണ്ട്. ഫലൗകാന ബി ഫൈലിഹി, അത് അവന്റെ പ്രവൃത്തി കൊണ്ടായാൽ അതിന് അഫുണ്ട്. ഔ ജാവസ മഹല്ലഹു ഔ കാന ഫി മഹ്മൂലിഹി, അത് ആ സ്ഥാനം വിട്ട് കടന്നാൽ, ഔ കാന ഫി മഹ്മൂലിഹി, ഔ കാന ഫി മഹ്മൂലിഹി, അല്ലെങ്കിൽ അവൻ ചുവന്ന വസ്തുവിലായാൽ, ഔ ഫിറാസിഹി, അല്ലെങ്കിൽ വിരിപ്പിലായാൽ, ഫലാ യുഫ ഇല്ല അനിൽ ഖലീൽ, അവിടെ കുറഞ്ഞതേ വിട്ടുവീഴ്ചയുള്ളൂ. അതല്ല ഇപ്പൊ ഈ ഒരു കുരു ഉണ്ട്, ഇവിടെ തന്നെ കുറച്ചധികം ആയാൽ അതിന് എഫ് ഉണ്ട്, അത് മറ്റൊരു സ്ഥലത്തായതിൽ എഫ് ചെയ്യണമെങ്കിൽ കുറഞ്ഞതിനെ എഫ് ഉള്ളൂ. ഇത്രയും കാര്യങ്ങളാണ് അവിടെ പറഞ്ഞത്. ഇൻഷാ അല്ലാഹ് കുറഞ്ഞ ഒരു 8 മിനിറ്റ് വരെ നമുക്ക് പോകാലോ, 8-10 മിനിറ്റ് ഒക്കെ ഒരു ക്ലാസ് ആകാമെന്ന. അൽ ഖലീലു മിൻ ദമിൽ മനാഫിദ്. പിന്നെ 17ാമത്തത് നിസ്കാരത്തിൽ എഫ് ഉള്ളത് ഒരു ദ്വാരത്തിലുള്ള കുറഞ്ഞ രക്തം, മംഫദ് മനാഫിദ്, ദ്വാരത്തിലുള്ള രക്തത്തിൽ കുറഞ്ഞത് എഫ് ചെയ്യും. ഖദമി ഹൈലിൻ, ഹൈലിന്റെ രക്തം, വറുആഫിൻ, തരിമൂക്കിലെ രക്തം, വദമി ഐനിൻ, കണ്ണിലെ രക്തം, വഉദുനിൻ, ചെവിയിലെ രക്തം, ഇല്ലൽ ഖാരിജ മിൻ മഅദിനിൻ നജാസത്ത്, നജസിന്റെ മഅദിനിൽ നിന്ന് പുറപ്പെട്ടാലേ, കൽ മസാനത്തി, മസാനത്തു പോലെ, അൽ മസാനത്തു മുസ്തഖറുൽ ബൗലി മിനൽ ബദനി, അത് മൂത്രം പുറപ്പെടുന്ന സ്ഥാനത്ത്, ഇതിനാണ് എന്ത് പറയാ, ബ്ലാഡർ, യൂറിനറി ബ്ലാഡർ, അതിനാണ് മസാനത്ത് എന്ന് പറയാ. അപ്പൊ അതിൽ നിന്ന് പുറപ്പെട്ടത്. അപ്പോ അല്ല അത്തരം നജസിന്റെ മംഫദിൽ നിന്നല്ലെങ്കിൽ അതിന് ആഫുണ്ട്. 18 അൽ ഖലീലു മിൻ മമറിൻ മുതയഖനിൻ നജാസത്തു, നജസ് ഉറപ്പാണ് എന്നുള്ള സ്ഥലത്ത് നിന്ന് പുറപ്പെട്ട കുറഞ്ഞതിന് ആഫുണ്ട്. 19 മഹല്ലു ഇസ്തിജ്മാരിഹി, കല്ലുകൊണ്ട് മനോഹരം ചെയ്താൽ അവിടെ എന്തെങ്കിലുമൊക്കെ അവശേഷിക്കാലോ, അതിന് അഫുണ്ട്. 20 വനീമു ദുബാബിൻ വറൗസു ഖുഫാഷിൻ ബൗലുഹുമ, ഈച്ചയുടെ കാഷ്ടം, വറൗസു ഖുഫാഷിൻ വവ്വാലിന്റെ കാഷ്ടം, ബൗലുഹുമ, ഇതിന്റെ മൂത്രവും അഫുണ്ട്. മിസ്ലുഹുമ അൽ ഫറാഷു വൻ നഹലു വസംബു, കടന്നല്, തേനീച്ചയൊക്കെ ഇതുപോലെ തന്നെയാണ്. ഫയൂഫ അൻ റൗസിൻ വബൗലിൻ ബൗലി കുല്ലിൻ മിൻഹ ഖലീലൻ വകസീറൻ റത്ബൻ വയാബിസ്, ഇതിനൊക്കെ അഫുണ്ട്, ഈ ജീവികളുടെ അഫുണ്ട്. ഇനിയിപ്പോ കുറഞ്ഞ ഭാഗമല്ലേ ഉള്ളൂ, ഇത് പൂർത്തിയാക്കാം. ദർഖു തുയൂ, പക്ഷികളുടെ കാഷ്ടം, ബിഅർബഇ ശുറൂത്തി, 4 കണ്ടീഷൻ ഉണ്ട്. കൗനുഹു ഫിൽ മക്കാനി ലാ ഫിൽ ബദനി, ശരീരത്തിലല്ല സ്ഥലത്ത് അഫുണ്ട്. വലാ ഫിൽ സൗബി, വസ്ത്രത്തിൽ പറ്റൂല. കൗനുഹു ജാഫൻ, അത് ഉറച്ചത് ആവുക. ഉമൂമുൽ ബൽവാ ബിഹി, അത് സൂക്ഷിക്കാൻ പറ്റാതിരിക്കുക, അത് ഒഴിവാക്കാം, എന്നാ പിന്നെ അതിന് അഫുവില്ല. അത് ഒഴിവാക്കാൻ ബുദ്ധിമുട്ടാണ്, നിസ്കരിക്കുന്ന സ്ഥലത്ത് അതുള്ളത് വൃത്തിയാക്കൽ ഇപ്പൊ പ്രായോഗികമല്ല. വാദമു തഅമ്മുദിൽ വത്ഇ അലൈഹി, ബോധപൂർവ്വം അതിന്റെ മുകളിൽ ചവിട്ടരുത്, അങ്ങനെയാണ് അഫുണ്ട്. 22 ദമുൽ ലിസ്സത്തി, ഊനിലെ രക്തം, അതിന് അഫുണ്ട്. ഇതൊക്കെ നിസ്കാരത്തിലാണ്. മൈത്തത്തു ദുബാബിൻ ഹമലഹൽ മുസല്ലി ഹൈതു യശുഖുൽ ഇഹ്തിറാസു അൻ, ഈച്ചയുടെ ശവം, ഡെഡ് ബോഡി, ചത്ത ഈച്ചയുടെ ഇതുണ്ട് ഇവിടെ ശരീരത്തിലോ അല്ലെങ്കിൽ എവിടെയുണ്ട്. ഹമലഹൽ മുസല്ലി, നിസ്കരിച്ച ആളുടെ എവിടെയോ അതുണ്ട്. ഹൈതു യശുഖുൽ ഇഹ്തിറാസു അൻഹു, അതിനെ സംരക്ഷിക്കാൻ കഴിയില്ല, സൂക്ഷിക്കാൻ കഴിയില്ല. അങ്ങനെ അതിങ്ങനെ പറന്ന് വന്ന് വീണ അവിടെ ചത്തുപോവാണ്, നമ്മൾ കാണുക അറിയുക ചെയ്യുന്നില്ല, നമുക്ക് സംരക്ഷിക്കാൻ കഴിയില്ല. അപ്പൊ അത്തരം സമയത്ത് ഈച്ചയുടെ ഡെഡ് ബോഡി. 24 റുതൂബത്തുൽ ബാസൂർ, ഒരു ബാസൂറുള്ള ഒരാൾക്ക്, മുലക്കുരുള്ള ഒരാൾക്ക് അതിന്റെ ഒരു നനവുണ്ടാകും, അത് നജസാണ്, പക്ഷെ അഫുണ്ട്. ഇന്ത ലിബുത്തില ബിഹി, അതൊരു പ്രയാസമായി മാറുമ്പോൾ അതിന് അഫുണ്ട്. അപ്പോ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ചർച്ചയിൽ വന്നത്, നിസ്കാരത്തിൽ അഫുള്ള നജസ്സുകൾ. ഇൻഷാ അല്ലാഹ് ഇത് മനസ്സിലാക്കിയാൽ നിസ്കരിക്കുന്ന സമയത്തൊക്കെ അനാവശ്യമായി കുറെ ഡൗട്ടുകളും, അതിന്റെ പേരിൽ നിസ്കാരം ഒരു വലിയ പ്രയാസമുള്ള വിഷയമാക്കി മാറ്റൊന്നും ചെയ്യാതിരിക്കാം. ഏതായാലും നജസിനെ നജസായിട്ട് കാണുക, വിട്ടുവീഴ്ച ഉണ്ടെന്ന് മനസ്സിലാക്കുക. ആവശ്യഘട്ടങ്ങളിൽ ഈ വിട്ടുവീഴ്ചയുടെ റിഡക്ഷൻ, ആ ഒരു ആനുകൂല്യം, അത് നമുക്ക് പറ്റാവുന്നതാണ്. അള്ളാഹു നമുക്ക് ആരാധനകളൊക്കെ അതിന്റെ മൂല്യത്തിൽ നിർവഹിക്കാൻ തൗഫീഖ് നൽകുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ.